ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. സുഖമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു പുതിയ ചാനലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാട്ടോ. ഫാമിലി വ്ളോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം, സഹകരണങ്ങളും വേണം. ആദ്യത്തെ വീഡിയോ മധു തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് മധുഹൂത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പാം ഓയിലും വെളിച്ചെണ്ണയും ഒഴിവാക്കാം. എണ്ണ നല്ല ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും ഒരു സവാളയും കൂടെ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ആ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടി ചേർത്തെടുക്കാം കേട്ടോ. മധുഹൂതിൻ്റെ പൊടി ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് എന്തൊക്കെ കൂട്ടിയതെന്നുള്ളത് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. 2 മാഗി ക്യൂബ് ചേർത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനും 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അതുപോലെ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ചേർത്ത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുത്താലോ. അപ്പോൾ അരിയൊക്കെ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം അരിയും ചിക്കനും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ അത് മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ തയ്യാറാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഒരു വിസിലടിച്ച് എയറൊക്കെ പോയതിന് ശേഷം ഭയങ്കര ആകാംക്ഷയുടെ കൂടിയിട്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. എന്താവും അറിയില്ലല്ലോ, ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതാ മാഷാ അല്ലാഹ് നല്ല റൈസൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.